ഹലോ വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. റാൻസ് ലേണിംഗ് പോർട്ടലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും SLC പരീക്ഷയുടേതായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്, ഇംഗ്ലീഷിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഷോർട്ട് വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? ഗ്രാമർ ആയിട്ടും അതുപോലെ തന്നെ ഡിസ്കോഴ്സ് ആയിട്ടും അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് ഷോർട്സ് വീഡിയോസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനുള്ള വീഡിയോസ് നമ്മൾ തന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാം കണ്ട് വളരെ വൃത്തിയായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്ററുകളെല്ലാം നന്നായി വായിച്ച് നല്ല രീതിയിൽ സമ്മറി ഒക്കെ പഠിച്ച് ഇങ്ങനെ പോവാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അഡ്വഞ്ചേഴ്സിന്റെ ബാൻ എൻട്രി എന്ന് പറയുന്ന SLC ക്ലാസ്സിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് വന്ന് ആദ്യ യൂണിറ്റിലായിട്ട് പഠിച്ചിട്ടുള്ള ആദ്യ ചാപ്റ്റർ അഡ്വഞ്ചേഴ്സിന്റെ ബാൻ എൻട്രി ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അഡ്വഞ്ചേഴ്സിന്റെ ബാൻ എൻട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എടുക്കാം ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ അല്ലെ? ആ ഒരു ബോയ് താമസിക്കുന്ന ഈ ഒരു ചാപ്റ്ററിലെ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ടുള്ള ബോയ് താമസിക്കുന്ന ആ വീടും അതിന്റെ പരിസരവും എല്ലാം ഗ്രാൻഡ് ഫാദറിന്റെ ഡൊമൈനിലാണ്. ഡൊമൈൻ മീൻസ് അണ്ടർ വൺസ് കൺട്രോൾ, അധികാര പരിധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എക്സാമിന് ചോദിക്കാം അണ്ടർ വൺസ് കൺട്രോൾ എന്ന് പറയുന്ന മീനിങ് വരുന്ന വേർഡ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഏതാണ് എടുക്കേണ്ടത്? ഡൊമൈൻ എന്നുള്ള വേർഡാണ്. സോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് were under the domain of grandfather. ആ ബോയ് താമസിക്കുന്ന വീടും അതിന്റെ പരിസരവും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആ ഒരു ഗ്രാൻഡ് ഫാദർ ആണെന്നും അവിടെ ഒരു ഓൾഡ് ബാനിയൻ ട്രീ ഉണ്ട്, അത് ഓദർ എന്നാണ് കൊടുത്തിരിക്കുന്നത്, ദാറ്റ് മീൻസ് ബോയ്. ആ ഒരു ബാനിയൻ ട്രീ ആരുടെ കൺട്രോളിലാണ്? ബോയുടെ കൺട്രോളിലാണെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ബോയുടെ കൺട്രോളിലേക്ക് വന്നത്? ഗ്രാൻഡ് ഫാദർ അറ്റ് ദി ഏജ് ഓഫ് 65 couldn't climb the banyan tree. 65 വയസ്സ് പ്രായമായതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദറിന് ആ ഒരു ബാനിയൻ ട്രീയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കയറാൻ പറ്റുന്നില്ല. ആ ഒരു കാരണത്താൽ ബാനിയൻ ട്രീ ആരുടെ കൺട്രോളിലായി? ബോയുടെ കൺട്രോളിലായി. ദ ഓൾഡ് ബാനിയൻ ട്രീ ഗിവ്സ് ദി ഓദർ എൻഡ്ലെസ് പ്ലഷർ. നമ്മുടെ ആ ഒരു ബാനിയൻ ട്രീ നമ്മുടെ ബോയ്ക്ക് അങ്ങേയറ്റം സന്തോഷമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ബോൺസ്, അതായത് റസ്കിൻ ബോണ്ട് എന്നുള്ളതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ ബോയ് എന്ന് വായിക്കുക കേട്ടോ. ബോയ്സ് ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ ഈസ് എ സ്ക്വിറൽ. ഈ ഒരു ബനിയൻ ട്രീയിൽ നിന്നും ബോയ്ക്ക് ഒരു സുഹൃത്തിനെ കിട്ടണം. ആദ്യത്തെ സുഹൃത്തും അതുപോലെ തന്നെ പരിചയക്കാരൻ എന്നൊക്കെ പറയുന്നത് ആരായിരുന്നു? ഇറ്റ് വാസ് എ സ്മാൾ ഗ്രേ സ്ക്വിറൽ. ഒരു സ്മാൾ ഗ്രേ സ്ക്വിറലിനെയാണ് നമ്മുടെ ബോയ്ക്ക് ഒരു ഫ്രണ്ട് ആയിട്ടും ഫെമിലിയർ ആയിട്ടും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. Then squirrel becomes friendlier after he finds boy does not arm himself with a catapult or air gun. തുടക്കത്തിൽ നമ്മുടെ സ്ക്വിറൽ റിസെന്റ് ഹിസ് ഇൻവേഷൻ ടു ഹിസ് പ്രൈവസി എന്ന് പറയുന്നുണ്ട്. ബോയുടെ ആ ഒരു തുടക്കത്തിലുള്ള സമീപനത്തിന് ആർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല? സ്ക്വിറലിനെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഹി റിസെന്റ് ദ ബോയ്സ് ഇൻവേഷൻ ടു ഹിസ് പ്രൈവസി എന്ന് പറയുന്നുണ്ട്. തന്റെ സ്വകാര്യതയിലേക്ക് വന്നു കയറിയ ബോയെ തുടക്കത്തിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ ആര് ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്ക്വിറൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ബോയുടെ കയ്യിൽ കാറ്റപ്പൽറ്റും അതുപോലെ തന്നെ എയർ ഗൺ തുടങ്ങിയിട്ടുള്ള വെപ്പൺ ഒന്നും ഇല്ല എന്ന് മനസ്സിലായപ്പോൾ ഈ സ്ക്വിറൽ എന്താവാൻ തുടങ്ങി? ദ സ്ക്വിറൽ ബിക്കംസ് ഫ്രണ്ട്ലിയർ, വളരെ സൗഹാർദ്ദപരമായിട്ട് മാറാൻ തുടങ്ങുകയാണ് ഉണ്ടായത്. ദെൻ ഫിക്സ് സീസൺ ആയി കഴിഞ്ഞാൽ ബനിയൻ ട്രീയിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഫിക്സ് സീസൺ ആയി കഴിഞ്ഞാൽ ദ ബാനിയൻ ട്രീ വാസ് ദി നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ ഒരു റോഡിലെ ഏറ്റവും ബഹളം നിറഞ്ഞ നോയ്സിയസ്റ്റ് പ്ലേസ് ആയിട്ട് ഏത് മാറും? ഈ ഒരു ബനിയൻ ട്രീ മാറും. എങ്ങനെയാ അത്? During the fixed season, the banyan tree was filled with different kinds of birds like red-bottomed bulbul, അതുപോലെ തന്നെ റോസി പാസ്റ്റർ, പാരറ്റ്, ക്രോ തുടങ്ങിയിട്ടുള്ള പക്ഷികളാൽ നിറയും എവിടെ? ഈ ഒരു ബാനിയൻ ട്രീ. അങ്ങനെ അവർ പരസ്പരം സ്കാബിൾ ചെയ്യാൻ തുടങ്ങും, പരസ്പരം കലഹിക്കാൻ തുടങ്ങും, പരസ്പരം ചിലയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ദ ബാനിയൻ ട്രീ എന്തായിട്ട് മാറും നമ്മൾ മനസ്സിലാക്കി? ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ് എന്നും നമ്മൾ മനസ്സിലാക്കി. അടുത്ത പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ halfway up the tree bond or boy has built a small platform. ഈ ഒരു ബാനിയൻ ട്രീയുടെ ഒത്ത നടുക്കായിട്ട് നമ്മുടെ ബോയ് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു പ്ലാറ്റ്ഫോം, അവന് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇരിപ്പിടം സെറ്റ് ചെയ്തിട്ടുണ്ട്. He sees a mongoose and a cobra fight to death in the garden. അങ്ങനെ ഒരു ദിവസം അവിടെ ഇരിക്കുന്ന സമയത്താണ് അവൻ എന്ത് കാണാൻ ഇടയായത്? എ ഫൈറ്റ് ബിറ്റ്വീൻ whom? ആരൊക്കെ തമ്മിലുള്ള ഫൈറ്റ് ആണ്? എ ഫൈറ്റ് ബിറ്റ്വീൻ എ മങ്കൂസ് ആൻഡ് എ കോബ്ര. ഒരു മങ്കൂസും കോബ്രയും തമ്മിൽ ഒരു ഫൈറ്റ് കാണാൻ ഇടയാവും. Then cobra and mongoose come face to face ready for fight. അങ്ങനെ അവര് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്നു. എന്തിനു വേണ്ടിയിട്ട്? റെഡി ഫോർ ഫൈറ്റ്, ഒരു ഫൈറ്റിന് വേണ്ടി അവര് മുഖാമുഖം വരുന്നതായിട്ട് നമ്മൾ കണ്ടു. Then two spectators. ഈ ഒരു ഫൈറ്റ് കാണാനായിട്ട് അവിടെ two spectators, രണ്ട് കാഴ്ചക്കാർ വരുന്നുണ്ട്. ആരൊക്കെയാ? എ മൈന ആൻഡ് എ ജംഗിൾ ക്രോ. ഒരു മൈനയും ഒരു ജംഗിൾ ക്രോയും ഈ ഫൈറ്റ് കാണാൻ എന്നോണം അവിടേക്ക് എത്തുന്നുണ്ട്. They come and settled on the cactus. അവർ വന്ന് എവിടെ ഇരിക്കുന്നു? ആ ഒരു കാക്ടസിന്റെ, ആ ഒരു കള്ളിമുൾ ചെടിയുടെ ബാക്കിലായിട്ട് അവർ സെറ്റിൽ ആവുകയാണ്. Then mongoose bites a snake on the back. ആ ഒരു ഫസ്റ്റ് റൗണ്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും
മങ്കൂസ് ബൈറ്റ്സ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്. മങ്കൂസ് സ്നേക്കിന്റെ ബാക്കിൽ ഒരു കടി വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ സ്നേക്ക് മങ്കൂസിനെ മെസ്മറൈസ് ചെയ്യാൻ, വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മങ്കൂസിനെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ ആ ഒരു ആട്ടം, ആ ഒരു സ്വിംഗ് മൂവ്മെന്റ് ഒക്കെ നടത്തുന്നു. പക്ഷേ മങ്കൂസിന് ഈ ഒരു മെസ്മറൈസിങ് കപ്പാസിറ്റി ഓഫ് ദ ഐസ്, ആ ഒരു കണ്ണുകളുടെ ഈ ഒരു മെസ്മറൈസിങ് കപ്പാസിറ്റി നന്നായിട്ട് അറിയുന്ന ഒരാളായിരുന്നു ആര്? ക്ലവർ ആയിട്ടുള്ള മങ്കൂസ്, അഗ്രസീവ് ആയിട്ടുള്ള ക്ലവർ ആയിട്ടുള്ള മങ്കൂസ്. അങ്ങനെ മങ്കൂസ് ഒരിക്കലും നമ്മുടെ കോബ്രയുടെ കണ്ണുകളിലേക്കല്ല നോക്കിയത്, പരസ്പരം ആ ഒരു ഹുഡിന്റെ താഴെയുള്ള ഒരു പോയിന്റിലേക്ക് മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മങ്കൂസ് അതിവേഗം നമ്മുടെ കോബ്രയുടെ അടുത്തേക്ക് എത്തുന്നു. കോബ്ര കൊത്താനായിട്ട് തന്നെ പത്തി താത്തി എന്ന് കാണുന്ന നിമിഷം മങ്കൂസ് ഒഴിഞ്ഞു മാറാണ് അല്ലെ, ഡാർട്ടഡ് എവേ എന്നാണ്. ഒഴിഞ്ഞു മാറിയിട്ട് പുറകിലൂടെ വന്ന് ആ ഒരു കടി കൊടുക്കുന്ന ആ ഒരു സീനൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോ മങ്കൂസ് ബൈറ്റ്സ് സ്നേക്ക് ഓൺ ദ ബാക്ക്. ഫസ്റ്റ് റൗണ്ട് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദി കോബ്രാസ് ബാക്ക്. കോബ്രയുടെ പുറകിലായിട്ട് എന്ത് ചെയ്യുന്നു? രക്തം പൊടിയുന്നു ആ ഒരു കടി കിട്ടിയതിന്റെ ഫലമായിട്ട്. Then cobra strike again and miss. കോബ്ര വീണ്ടും കൊത്താൻ ശ്രമിക്കുന്നു. മങ്കൂസ് ബൈറ്റ്സ് സ്നേക്ക് again. മങ്കൂസ് തിരിച്ചെന്ത് ചെയ്യാണ്? രണ്ടാമത്തെ കടി കൊടുക്കുന്നു. അത് സംഭവിച്ചത് എവിടെയാ? സെക്കൻഡ് റൗണ്ടിലാണ്, രണ്ടാമത്തെ റൗണ്ടിലാണ് ആ സംഭവം ഉണ്ടായത്. ക്രോ ഈസ് വിപ്ഡ് ബൈ കോബ്ര ആൻഡ് ഡൈഡ്. ഈ ഒരു മൊമെന്റിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകുന്ന സമയത്ത്, തേർഡ് റൗണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തേർഡ് റൗണ്ടിൽ എന്താ സംഭവിച്ചേ? ക്രോ ഈസ് വിപ്ഡ് ബൈ കോബ്ര ആൻഡ് ഡൈഡ്. അതെങ്ങനെയാ? ഈ ഒന്നാമത്തെ റൗണ്ട് ആയാലും ശരി, രണ്ടാമത്തെ റൗണ്ട് ആയാലും ശരി, കോബ്ര മങ്കൂസിനെ കൊത്താനായിട്ട് പത്തി താത്തുന്ന മൊമെന്റിൽ നമ്മുടെ ജംഗിൾ ക്രോയും മൈനയും ഇവന് നേരെ, അതായത് കോബ്രയ്ക്ക് നേരെ ഡൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം കൂട്ടിമുട്ടുന്നു, തിരിച്ച് കാക്ടസിലേക്ക് തന്നെ പറന്നു പോകുന്ന ഒരു സീനും കൂടി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ തേർഡ് റൗണ്ടിൽ കോബ്ര മങ്കൂസിനെ കൊത്താനായിട്ട് പത്തി താത്തിയ സമയത്ത് ഇവർ ഡൈവ് ചെയ്യുന്നു. പക്ഷെ ഇവർ എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ കോബ്രയുടെ ഒത്ത മുകളിലായിട്ട് ആര് വന്നു നിൽക്കുന്നു? ജംഗിൾ ക്രോ വന്നു നിൽക്കുന്നു. മൈന തിരിച്ച് എവിടേക്ക് പോകുന്നുണ്ട്? കാക്ടസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോബ്രയുടെ മുകളില്, തലയ്ക്ക് മുകളിലായിട്ട് ക്രോ വന്നു നിന്ന സമയത്ത്, എപ്പോഴാണോ കോബ്ര തന്റെ ഹുഡ് പുറകിലേക്ക് വലിച്ചത്, ആ സമയത്ത് ക്രോയുടെ മേല് വന്നിട്ടാണ് എന്ത് ചെയ്തത്? ആ ഹുഡ് വന്ന് അടിക്കുന്നത്. സോ ക്രോ ഈസ് വിപ്ഡ് ബൈ കോബ്ര ആൻഡ് ഡൈഡ്. ക്രോയ്ക്ക് ആരിൽ നിന്നും അടിയേൽക്കുന്നു? നല്ലൊരു പ്രഹരം ആർക്ക് കിട്ടുന്നുണ്ട്? ക്രോയ്ക്ക് കിട്ടുന്നുണ്ട്. ആരിൽ നിന്നും? കോബ്രയിൽ നിന്നും. അങ്ങനെ ഡൈഡ്, അങ്ങനെ ക്രോ മരിച്ചു പോവാണ്. മങ്കൂസ് ഡിഫീറ്റ്സ് കോബ്ര ആൻഡ് ഡ്രാഗ്സ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. അങ്ങനെ മങ്കൂസ് കോബ്രയെ പരാജയപ്പെടുത്തുന്നു, ഡിഫീറ്റ് ചെയ്യുന്നു. ആൻഡ് ഡ്രാഗ്സ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. എന്നിട്ട് എങ്ങോട്ടാ വലിച്ചു കൊണ്ടുപോയത്? ബുഷസിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ്. ഗ്രാൻഡ് ഫാദർ പ്ലീസസ് ദാറ്റ് ദ മങ്കൂസ് ഹാഡ് വോൺ. മങ്കൂസ് വിജയിച്ചു എന്നറിഞ്ഞ ഗ്രാൻഡ് ഫാദർ എന്താവുന്നു? ഹി ബിക്കംസ് വെരി ഹാപ്പി. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാകുന്നു. ദെൻ വൈറ്റ് റാറ്റ് സ്റ്റാർട്ട്സ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഗ്രേ സ്ക്വിറൽ. എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം മുതൽ ഇവിടെ എന്താ അവസാനിക്കുകയാണ്? ആ ഒരു ഫൈറ്റ് അവിടെ അവസാനിച്ചു. ഈ ഒരു സ്റ്റോറിയെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ബാനിയൻ ട്രീയുമായിട്ടുള്ള കണക്ഷനും ദ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ ആയിട്ടുള്ള സ്ക്വിറലിനെ പറ്റി പറയുന്ന ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആ ഒരു ഫൈറ്റ് ആണ്, ഫൈറ്റ് ബിറ്റ്വീൻ മങ്കൂസ് ആൻഡ് കോബ്ര. അതേസമയം മൂന്നാമത്തെ ഭാഗത്താണ് ഈ വൈറ്റ് റാറ്റിന്റെ വരവ് അല്ലെ. ആ ഒരു വൈറ്റ് റാറ്റിനെ ആര് വാങ്ങിയതാണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ 4 അണാസ് കൊടുത്തിട്ട് മാർക്കറ്റിൽ നിന്നും അല്ലെങ്കിൽ ബസാറിൽ നിന്നും വാങ്ങിയതാണ് ആരെ? ഈ ഒരു വൈറ്റ് റാറ്റിനെ. ദെൻ വൈറ്റ് റാറ്റ് സ്റ്റാർട്ട് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഗ്രേ സ്ക്വിറൽ. ആ ഒരു വൈറ്റ് റാറ്റ് ഏതോ ഒരു ഗ്രേ സ്ക്വിറലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. വെൻ ദ ബോയ് ഗോസ് ഇൻ സെർച്ച് ഓഫ് ദി ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ്, ഹി ഡിസ്കവേഴ്സ് 3 വൈറ്റ് ബേബി സ്ക്വിറൽസ്. അങ്ങനെ ഒരു ദിവസം ഗ്രാൻഡ് മദറിന്റെ നെറ്റിംഗ് മിസ്സാവുന്നു. അതും തെരഞ്ഞ് നമ്മുടെ ബോയ് നടക്കുന്നതിനിടയിൽ ഈ ഒരു ബനിയൻ ട്രീയുടെ ഹോളിനകത്ത് എന്ത് കാണാൻ ഇടയാകുന്നു? 3 വൈറ്റ് ബേബി സ്ക്വിറൽസ്. 3 കുഞ്ഞ് അണ്ണാൻ കുഞ്ഞുങ്ങളെ, വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ കാണാൻ ഇടയാവാണ്. Then the grandfather tells the boy that the rat is the father as the rat and the squirrel are related to each other. അപ്പോ ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള സൈറ്റ്, വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളെ ആദ്യമായിട്ടായിരുന്നു ഗ്രാൻഡ് ഫാദറും ബോയും ഒക്കെ കാണുന്നത്. അപ്പൊ ഇത് എന്താ ഇങ്ങനെ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുന്നതിനിടയിൽ ബോയ് എന്ത് ചെയ്യുന്നു? വൈറ്റ് റാറ്റിന്റെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ഗ്രേ സ്ക്വിറലുമായുള്ള കമ്പനിയെ കുറിച്ചും തന്നോടൊപ്പമുള്ള സന്ദർശനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഗ്രാൻഡ് ഫാദറിന് കാര്യം പിടികിട്ടി. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, the rat is the father and the rat and the squirrel are related to each other. സ്ക്വിറലും റാറ്റും തമ്മിൽ ഒരു സാമ്യതകളൊക്കെ ഉള്ളത് കൊണ്ടും ഈ ഒരു വൈറ്റ് ബേബി സ്ക്വിറൽസിന്റെ ഫാദർ ആരാണ്? ഈ ഒരു വൈറ്റ് റാറ്റ് ആണ് എന്നുള്ള കൺക്ലൂഷനിലേക്ക് ആരെത്താണ്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ എത്തുന്നിടത്താണ് ഈ ഒരു സ്റ്റോറി എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു ന്യൂസ് റിപ്പോർട്ട് ആയിരുന്നു മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ഭാഗത്തുള്ള ഡയറി, ബോയുടെ ഡയറി ഒരു പക്ഷെ എന്തായിട്ട് വരാം? ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഏതായാലും
അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ എന്ന് പറയുന്നത് നോക്കിക്കേ, വെറും 3 സ്ലൈഡുകളിലായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റി. അപ്പോൾ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു ലെസൺ അത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതോടുകൂടി അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇവിടെ അവസാനിക്കുന്നു. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം, മറ്റൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോട് കൂടി അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.